അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ 2 എഞ്ചിനുകളും ഒരേ സമയം നിശ്ചലമായതിന്റെ കാരണം അന്വേഷിക്കുന്നു. അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ വിമാനം ഇന്ധനം AAIB സംഘം പരിശോധിച്ചു. വിമാനത്തിൽ ഇന്ധനം നിറച്ച 2 പേരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. വിമാന ഇന്ധനത്തിൽ മായമെന്നും സംശയമുണ്ട്. ശരത് ലാലുണ്ട്. ശരത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിർണായകമായ ഒരു അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസത്തിലെ AAIB, അതായത് എയർലൈൻസ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അവരാണ് ഈ അന്വേഷണത്തിലെ പ്രധാനമായ അന്വേഷണം, ടെക്നിക്കൽ ഭാഗത്ത് അന്വേഷണം നടക്കുന്നത്. AAIB നടത്തിയ അന്വേഷണത്തിലാണ് 2 എഞ്ചിനുകളും നിശ്ചലമായി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഒരേ സമയം 2 എഞ്ചിൻ നിശ്ചലമായതാണ് ഈ അപകട കാരണമെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ ഈ 2 എഞ്ചിനുകളും 24 മണിക്കൂർ മുമ്പേ പൂർണ്ണ ക്ഷമത ഉറപ്പുവരുത്തി ഇൻസ്പെക്ഷൻ കഴിഞ്ഞതാണ്, പരിശോധന കഴിഞ്ഞതാണ്. ഒരു എഞ്ചിനായിട്ട് 2025 പുതുതായി വെച്ച എഞ്ചിനാണ്. മറ്റൊരു എഞ്ചിൻ, ഇടത്തുഭാഗത്തുള്ള എഞ്ചിൻ 2023 സർവീസ് ചെയ്തതുമാണ്. അങ്ങനെ പൂർണ്ണ രൂപത്തിൽ ഇൻസ്പെക്ഷൻ നടത്തി പുതിയ എഞ്ചിനായിട്ടും എന്തുകൊണ്ട് നിശ്ചലമായി എന്ന ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഒരു കാരണം എന്ന നിലക്ക് 2020 ഇതേപോലെ തന്നെ ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ പറന്നുയർന്ന എയർബസ് വിമാനം ഇതേപോലെ 2 എഞ്ചിനുകൾ നിശ്ചലമായി താഴേക്ക് വന്നിരുന്നു. ഈ അപകടം അന്വേഷിച്ച ബ്രിട്ടനിലെ AIB കണ്ടെത്തിയത് ഇന്ധനത്തിലെ മായം ചേർന്നതാണ് 2 എഞ്ചിനുകളും ഒരേപോലെ നിശ്ചലമാകാൻ കാരണമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഈ സൂചനയെ തുടർന്നാണ്, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ AIB ഇപ്പോൾ അഹമ്മദാബാദ് എയർപോർട്ടിലെ എയർ ഇന്ത്യയിൽ നിറച്ച ഇന്ധനത്തിന്റെ സാമ്പിൾ എടുക്കുന്നത്. അതേപോലെ എഞ്ചിനിൽ നിന്നും ഇന്ധനത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതിന് എഞ്ചിൻ ഭാഗങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. എഞ്ചിനിൽ നിന്ന് എഞ്ചിനിൽ കത്താതെ അവശേഷിക്കുന്ന ഇന്ധനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് AIBയുടെ കണ്ടെത്തൽ. ഇതാണ് ഇപ്പോഴത്തെ പുതിയൊരു അന്വേഷണ ദിശയിലേക്ക് വന്നിരിക്കുന്നത്. 2 എഞ്ചിനുകളും പുതുതായ 2025 വിമാനത്തിന്റെ വലത്തുഭാഗത്തുള്ള എഞ്ചിൻ ഘടിപ്പിച്ചത്. 2023 ഇടത്തുഭാഗത്തിലെ എഞ്ചിൻ സർവീസ് ചെയ്ത് അത് 24 മണിക്കൂർ 2 എഞ്ചിനുകളും സാങ്കേതിക വിദഗ്ധർ, എയർപോർട്ട് അതോറിറ്റി വിദഗ്ധർ ഇത് പരിശോധിച്ച് കാര്യക്ഷമമാണെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ 2 എഞ്ചിനുകളും ഒരേ സമയം നിശ്ചലമാവുകയും അത് അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തത് എന്ന ഒരു അന്വേഷണത്തിലാണ് AIB പോത്താൻ. ഓക്കെ, AAIB ഇന്ത്യൻ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ഇപ്പോൾ ഈ കാര്യം അന്വേഷിക്കുന്നത്. വിമാനത്തിൻ്റെ ഇന്ധനത്തിൽ, വിമാന ഏവിയേഷൻ ഫ്യൂവലിൽ മായം ചേർന്നിട്ടുണ്ടായിരുന്നു. അതാണോ ഈ അപകടത്തിന് കാരണം എന്ന കാര്യം പരിശോധിക്കുകയാണ്. ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ഇതുവരെ പരിശോധന പൂർണ്ണാർത്ഥത്തിൽ പൂർത്തിയായിട്ടില്ല. അത് ഡൽഹിയിൽ വെച്ച് പരിശോധിക്കണമോ അതോ അമേരിക്കയിലേക്ക്, US കൊണ്ടുപോകണോ എന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അപകടത്തിൻ്റെ അവസാനത്തെ കാരണം, യഥാർത്ഥ നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ കാരണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ AAIB നടത്തുകയും ചെയ്യുന്നത്. ഇതിൽ ഇന്ധനം നിറച്ചിട്ടുള്ള 2 ജീവനക്കാരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.